അതായത് നമ്മളിപ്പോൾ തിരുവനന്തപുരത്തേക്കാണ് ഒന്നുകൂടി നമ്മൾ പോവുകയാണ്. ഈ ശശി തരൂരുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത വരുന്നുണ്ട് കേട്ടോ പ്രേക്ഷകരെ. അതെന്താണെന്നല്ലേ, ഈ വ്യവസായ വകുപ്പിനെ പുകഴ്ത്തിയ ശശി തരൂരിനെ കോൺഗ്രസ് മുഖപത്രത്തിൽ രൂക്ഷ വിമർശനം. അതെന്താണ് റോഷിനി വിമർശനം? വെളുപ്പാങ്കാലം മുതൽ വെള്ളം കോരി സന്ധിക്ക് കുടമുടയ്ക്കുന്ന രീതി പരിഹാസ്യമാണ്. വ്യവസായങ്ങളെ വെള്ളപുതച്ചവർക്ക് ശുദ്ധിപത്രം നൽകുന്നത് ആരാച്ചാർക്ക് അഹിംസ അവാർഡ് നൽകുന്നതുപോലെ എന്നിങ്ങനെയുള്ള വിമർശനങ്ങളാണ് ഈ വീക്ഷണത്തിലുള്ളത്. എന്നാൽ തരൂരിന് പിന്തുണയുമായി CPI മുഖപത്രങ്ങൾ രംഗത്തെത്തി. അതിൽ പാലോട് ചേരുന്നുണ്ട്. അതിൽ ഈ വിഷയത്തിൽ ഇപ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നത്? മുഖപത്രങ്ങൾ തമ്മിൽ മത്സരിക്കുകയാണോ? പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ഒരു നിലപാട് ഈ KPCC അധ്യക്ഷനൊക്കെ ചെറുതായി തരൂരിനോട് ഒരു മയത്തിൽ ചേർന്ന് നിൽക്കുന്ന പോലെയൊക്കെയാണ്. പക്ഷേ കോൺഗ്രസിനകത്ത് മറ്റ് വിഭാഗങ്ങളിൽ നിന്നൊക്കെ വിമർശനം ഉയരുന്നു. എന്തൊക്കെയാണ് ഇപ്പൊ സംഭവിക്കുന്നത് ഇതിൽ? വീക്ഷണം, ദേശാഭിമാനി, ജനയുഗ പത്രങ്ങളിലാണ് ഈ മുഖപത്രങ്ങൾ ഉള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വീക്ഷണമാകട്ടെ തരൂരിനെ അതിരൂക്ഷമായി കടന്നാക്രമിക്കുകയാണ്. വ്യവസായങ്ങളെ വെള്ള പുതച്ചവരാണ് CPMമാർ. അവർക്ക് ശുദ്ധിപത്രം നൽകുന്നത് ആരാച്ചാർക്ക് അഹിംസാപത്രം നൽകുന്നത് പോലെ ആയിരിക്കുമെന്നതാണ് വീക്ഷണത്തിലെ ഉപമ. വെളുപ്പാൻകാലം മുതൽ വെള്ളം കോരി സന്ധ്യയ്ക്ക് കുടമുടയ്ക്കുന്ന രീതി പരിഹാസ്യമാണെന്നും അനാവശ്യ വിവാദം സൃഷ്ടിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFനെ കുരുതി കൊടുക്കരുതെന്നും വീക്ഷണ മുഖപത്രത്തിൽ പറയുന്നു. ഒപ്പം കേരളത്തെ വ്യവസായങ്ങളുടെ ശവപ്പറമ്പാക്കി മാറ്റിയത് CPM ആണ്. ഒപ്പം മുൻ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെ ഇക്കാര്യത്തിലെ സംഭാവനകളും വീക്ഷണം എടുത്തു പറയുന്നുണ്ട്. ശശി തരൂരിനെ കടന്നാക്രമിക്കുക തന്നെയാണ് വീക്ഷണത്തിലൂടെ നടത്തിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതേസമയം ദേശാഭിമാനിയുടെ മുഖപത്രമാകട്ടെ തരൂർ വിഷയത്തിൽ തരൂരിന് പിന്തുണ അറിയിച്ചുകൊണ്ടാണ് ഈ നാട്ടിൽ ഒന്നും സംഭവിക്കില്ല എന്ന് പറയാൻ അസാമാന്യ തൊലിക്കട്ടിയും ഉളുപ്പും വേണം. പ്രതിപക്ഷ നേതാവും ഒരുപറ്റം കോൺഗ്രസ്സുകാരും ചില മാധ്യമങ്ങളും ഈ ഗണത്തിൽപ്പെടുന്നവരാണ്. തരൂരിനെയും ഇക്കൂട്ടർ തള്ളിപ്പറയുകയാണെന്ന് ദേശാഭിമാനി പറയുന്നു. അതേസമയം ജനയുഗത്തിലെ ലേഖനത്തിൽ ശശി തരൂരിൻ്റെ അഭിപ്രായം യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് എന്ന ഒരു കുറിപ്പ് കൂടിയുണ്ട്. ആ രൂപത്തിൽ ജനയുഗവും ദേശാഭിമാനിയും തരൂരിനെ, കോൺഗ്രസ് നേതാവായ തരൂരിൻ്റെ പ്രതികരണത്തെ, വ്യവസായങ്ങളെ സംബന്ധിച്ചുള്ള പ്രതികരണത്തെ പിന്തുണയ്ക്കുമ്പോൾ തരൂരിനെ അതിരൂക്ഷമായി വിമർശിക്കുന്നതാണ് കോൺഗ്രസ് മുഖപത്രം വീക്ഷണം. റോഷ്നി.